കർക്കിടക മാസത്തിൽ ചില ജീവികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ശുഭവും അശുഭകരവുമായ ചില കാര്യങ്ങൾക്ക് മുന്നോടിയാണ്. അതായത് പല സമയങ്ങളിലും പല ജീവികളും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും പരിസരങ്ങളിലും ഒരുപക്ഷെ വീടിനുള്ളിലും വരുമെങ്കിലും ശകുനശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം ആത്മീയമായി വളരെയധികം തീവ്രതയുള്ള ഒരു സമയമാണെങ്കിലും മനുഷ്യജീവിതത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ജീവികൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഈ കർക്കിടക മാസത്തിൽ കടന്നു വരുന്നത് ശുഭവും അശുഭകരവുമായ ഉടനെ തന്നെ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ചില ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും നേട്ടങ്ങളും ഉയർച്ചകളുമായിരിക്കും സമ്മാനിക്കുന്നത്. ഇനി നേരെ മറിച്ച് മറ്റു ചിലത് ദുർസൂചനയുമായിരിക്കും. അത്തരത്തിൽ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ശുഭവും അശുഭകരവുമായ സൂചനകൾ നൽകുന്ന കുറച്ച് പ്രധാനപ്പെട്ട ജീവികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ഒന്നാമതായി ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്ന ഒരു ജീവിയാണ് പശു. അതായത് നിങ്ങളുടെ വീട്ടിലെ അല്ലാത്ത വളരെ അപ്രതീക്ഷിതമായി എവിടെ നിന്നെങ്കിലും കയറി വരുന്ന ഒരു പശു നിങ്ങളുടെ പറമ്പിലോ നിങ്ങളുടെ വീട്ടുപരിസരത്തോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭസൂചനയാണ്. ഇത്തരത്തിൽ പശുക്കൾ വന്നു കയറുന്ന വീടുകളിൽ സമൃദ്ധിയും ദൈവിക അനുഗ്രഹവും വളരെയധികമായിരിക്കും തുടർന്ന് അങ്ങോട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെന്നില്ലാത്ത സമാധാനവും ഇപ്പോൾ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനവും വലിയ അളവിലുള്ള സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് ശകുനശാസ്ത്രം പറയുന്നത്. ഇനി രണ്ടാമതായി നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ തുടർച്ചയായി കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു ശുഭസൂചനയായി കണക്കാക്കാവുന്ന ഒരു ജീവിയാണ് ആന. ആനകൾ നിങ്ങളുടെ വീട്ടുപരിസരത്തേക്കോ നിങ്ങളുടെ പറമ്പിലേക്കോ വന്നു കയറണം എന്നില്ല. ഈ ആന എന്ന് പറയുന്ന ജീവി ഗണപതിയുടെ ചിഹ്നമാണ്. അതായത് നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ തുടർച്ചയായി വളരെ അപ്രതീക്ഷിതമായ തരത്തിൽ എവിടെ വെച്ചെങ്കിലും ആനകളെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും നല്ല ഒരു സൂചനയായി കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ഉടൻ ഇല്ലാതാകും എന്നും രാജകീയമായ സമ്പത്തും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. ഇനി മൂന്നാമതായി ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറുകയോ നിങ്ങൾ കൺമുൻപിൽ കാണുകയോ ചെയ്താൽ ഏറ്റവും അധികം ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്ന ഒരു ജീവിയാണ് മയിൽ. മുരുകൻ്റെ വാഹനമായ മയിൽ നിങ്ങളുടെ കൺമുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരു അത്ഭുതകരമായ രീതിയിൽ പോസിറ്റീവായി മാറുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല സൗന്ദര്യം, അറിവ്, ഏറ്റവും ശുഭകരമായ ഊർജം എന്നിങ്ങനെ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗുണങ്ങളെയും ഇതിലൂടെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് മയിലുകളെ കാണുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നായി നിങ്ങൾക്ക് കണക്കാക്കാം. ഇനി അടുത്തതായി ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതിൽ വെച്ച് തന്നെ
ഏറ്റവും ശുഭസൂചകമായി കണക്കാക്കപ്പെടുന്ന ജീവികളാണ് തത്ത, അതുപോലെ തന്നെ മൈന എന്നിങ്ങനെയുള്ള 2 പക്ഷികൾ. ശകുനശാസ്ത്രം നോക്കുമ്പോൾ ശുഭവാർത്തകളുടെ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന 2 ജീവികളാണ് ഇവ. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ തത്ത അല്ലെങ്കിൽ മൈന എന്നിങ്ങനെയുള്ള പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐക്യവും പരസ്പര സ്നേഹവും വർദ്ധിക്കുമെന്നും കുടുംബ പ്രശ്നങ്ങൾ അകന്ന് സന്തോഷവും സമാധാനവും നിങ്ങളുടെ വീട്ടിൽ അധികരിക്കും എന്നും ഇത് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചില ശുഭവാർത്തകളും മംഗളകാര്യങ്ങളും നിങ്ങളുടെ ഭവനത്തെ തേടിയെത്തും എന്നുള്ളതും അച്ചിട്ടാണ്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇവയെ ഉപദ്രവിക്കുവാനോ അട്ടിപ്പായിക്കുവാനോ അവയെ പിടിച്ച് കൂടുകളിലിടുവാനോ ഒന്നും തന്നെ പാടില്ല. അത് ദോഷഫലങ്ങളെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഇനി 5-മതായി ഏറ്റവും ശുഭസൂചനയുമായി നിങ്ങളുടെ വീടുകളിലേക്ക് ഈ കർക്കിടക മാസത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു ജീവിയാണ് ചിത്രശലഭം. ഇതിൽ ചിത്രശലഭങ്ങളിൽ തന്നെ മഞ്ഞ, അതുമല്ലെങ്കിൽ വെള്ള നിറമുള്ള ചിത്രശലഭങ്ങളെ നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ വീട്ടുപരിസരത്ത് കാണുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല സൂചനയാണ്. ശകുനശാസ്ത്രമനുസരിച്ച് പൊതുവെ ഇവ പരിവർത്തനത്തിൻ്റെയും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചിത്രശലഭം കർക്കിടക മാസത്തിൽ വന്നു കയറുന്ന വീടുകളിൽ എന്തെന്നില്ലാത്ത ശാന്തിയും സന്തോഷവും ജീവിത നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് വാസ്തവം. ഇനി ഏറ്റവും ശുഭസൂചനകളുമായി നിങ്ങളുടെ വീടുകളിൽ വന്നു കയറുവാൻ ഇടയുള്ള ഒരു ജീവിയാണ് നായകൾ. അതായത് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയാതെ ഒരു നായ നിങ്ങളുടെ വീടുകളിൽ ഈ കർക്കിടക മാസത്തിൽ വന്നു കയറുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സാമ്പത്തിക നേട്ടങ്ങളും പല വിധത്തിലുള്ള ഉയർച്ചകളും വരുവാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ ഇത് വിശ്വസ്തതയും സംരക്ഷണത്തെയും ആത്മീയ ജാഗ്രതയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കർക്കിടക മാസത്തിൽ നായകൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവയെ ആട്ടിപ്പായിക്കാതെ എന്തെങ്കിലും ഭക്ഷണം അവയ്ക്ക് നൽകി പറഞ്ഞയക്കുന്നത് ഏറ്റവും ഗുണകരമായിരിക്കും. മാത്രമല്ല, ഇത്തരത്തിൽ അവയ്ക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും കൂടുതലായി വന്നു ചേരും എന്നുള്ളതും സത്യമാണ്. ഇനി ശുഭശകുനങ്ങൾ പോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ദുശകുനമായി കണക്കാക്കപ്പെടുന്ന ചില ജീവികളുമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പാമ്പ്. പ്രത്യേകിച്ച് കറുത്ത നിറമുള്ള ഏതെങ്കിലും പാമ്പുകളോ മൂർഖൻ പാമ്പോ നിങ്ങളുടെ വീടുകളിൽ ഈ കർക്കിടക മാസത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ദുസൂചനയാണ്. ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെ കടുത്ത ശത്രുദോഷം ബാധിച്ചിരിക്കുന്നു എന്നും അതുപോലെ തന്നെ എന്തൊക്കെയോ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വീട്ടിൽ വരുവാൻ പോകുന്നു എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഒരു കാരണവശാലും അവഗണിക്കരുത്. ഇനി 2-മതായി നിങ്ങളുടെ വീടുകളിലേക്ക് ഈ കർക്കിടക മാസത്തിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ തീർത്തും അശുഭകരമായി കണക്കാക്കപ്പെടുന്ന ജീവികളാണ് കറുത്ത പൂച്ചകൾ. എന്തോ വലിയ രീതിയിലുള്ള നിർഭാഗ്യങ്ങളും നഷ്ടങ്ങളും ഇത്തരത്തിൽ കറുത്ത പൂച്ചകൾ ഈ കർക്കിടക മാസത്തിൽ വന്നു കയറുന്ന വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കറുത്ത പൂച്ചകൾ നിങ്ങളുടെ വീടുകളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അവയെ ഒരു കാരണവശാലും അവിടെ വളർത്തുവാൻ നിൽക്കരുത്. ഇനി അടുത്തതായി ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ കാക്കകൾ വന്നിരിക്കുകയും വീടിൻ്റെ മേൽക്കൂരയിലോ വീടിൻ്റെ ചുറ്റുവട്ടത്തോ ഇരുന്ന് നിർത്താതെ അവ ശബ്ദമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ശുഭസൂചന അല്ല. പൂർവിക ആത്മാക്കളായും മരണാനന്തര ചടങ്ങുകളുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു.
പലപ്പോഴും ഒരുപക്ഷെ ഇത് ബലികർമ്മങ്ങൾ ശരിയായി നടത്തുന്നതിനുള്ള ഒരു മുന്നറിയിപ്പായും നിങ്ങൾ കണക്കാക്കേണ്ടതായുണ്ട്. എന്തുതന്നെ ആയാലും ഇത്തരത്തിൽ കാക്കകൾ വീടിൻ്റെ മേൽക്കൂരയിലിരുന്ന് അസ്വാഭാവികമായി ശബ്ദം പുറപ്പെടുവിക്കുന്നത് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മാത്രമല്ല ഉടനെ തന്നെ അവിടെ നിന്ന് അകറ്റുകയും വേണം. ഇനി അടുത്തതായി വരുന്ന ജീവി മൂങ്ങയാണ്. മൂങ്ങ പലപ്പോഴും ശുഭസൂചനയായും അശുഭസൂചനയായും സന്ദർഭത്തിനനുസരിച്ച് കണക്കാക്കേണ്ട ഒരു ജീവിയാണ്. എന്നാൽ ഈ കർക്കിടക മാസത്തിൽ മൂങ്ങകൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദുർസൂചന തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് മരണത്തെയോ വരുവാനിരിക്കുന്ന, അതായത് മറഞ്ഞിരിക്കുന്ന ഒരു അപകടത്തെയോ സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെ അവിചാരിതമായി പോലും ഒരു മൂങ്ങ നിങ്ങളുടെ വീട്ടുപരിസരത്ത് വന്നിരിക്കുന്നത് ഈ കർക്കിടക മാസത്തിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവയെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുക തന്നെ വേണം. ഇനി മൂങ്ങ പോലെ തന്നെ വവ്വാലുകളും നിർഭാഗ്യത്തെയും ഊർജനഷ്ടത്തെയും അന്ധകാരത്തെയും ഒക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വവ്വാലുകൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെന്നില്ലാത്ത നഷ്ടങ്ങളും, നിങ്ങളുടെ വീടുകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും, സാമ്പത്തിക നഷ്ടങ്ങളും, ദാരിദ്ര്യവും കഷ്ടതകളും വന്നു ചേരുവാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലോ വീട്ടുപരിസരത്തോ ഇവ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് അകറ്റുക. ഇനി അടുത്തതായിട്ട് വരുന്ന ജീവി എലിയാണ്. അതായത് എലികൾ പൊതുവെ ശുഭസൂചനയായി കണക്കാക്കപ്പെടുമെങ്കിലും ഈ കർക്കിടക മാസത്തിൽ എലികളെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ അത് ദാരിദ്ര്യത്തെയും ആരോഗ്യ പ്രതിസന്ധികളെയും മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളെയും മോഷണം പോലെ നിങ്ങൾക്ക് നഷ്ടം വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ ജീവികൾ ഏതെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ശുഭവും അശുഭകരവുമായ ശകുനങ്ങളെ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.